നമസ്കാരം. പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പ്രദക്ഷിണത്തിൽ ഇന്ന് 2025 തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. തൃക്കേട്ട നാളുകാർ ഏറ്റെടുക്കുന്ന ഏത് ജോലിയും ഒരു മടിയും കൂടാതെ പൂർത്തിയാക്കുന്നവരും, ഇഷ്ടമില്ലാത്തത് കണ്ടാൽ വെട്ടി തുറന്ന് പറയുന്നവരും, നല്ല അറിവുള്ളവരും നേരം പോക്കുകൾ ഇഷ്ടമുള്ളവരുമായിരിക്കും. പുതിയ പുതിയ ആശയങ്ങൾ ആലോചിച്ച് നടപ്പാക്കുന്നവരും രാപകലില്ലാതെ അധ്വാനിക്കുന്നവരുമായിരിക്കും കേട്ട നക്ഷത്രക്കാർ. എന്നാൽ നിർബന്ധ ബുദ്ധിക്കാരും മറ്റുള്ളവർക്ക് വഴങ്ങാത്തവരുമാണ് തൃക്കേട്ടക്കാർ. ഇത് കാരണം കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുമുണ്ട്. ചതിവും വഞ്ചനയും കാണിക്കുന്നവരോട് അകന്നു നിൽക്കുന്നവരുമായിരിക്കും തൃക്കേട്ടക്കാർ. അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് കാര്യമായ ഉപകാരങ്ങളും സഹായമൊന്നും തന്നെ ലഭിക്കാറില്ല. തൃക്കേട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾ ജീവിതത്തിൽ പല ദുരനുഭവങ്ങളെയും നേരിടേണ്ടതായി കാണുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളും സന്താനഭാഗ്യമില്ലായ്മയും വൈധവ്യവും ദാരിദ്ര്യ ദുഃഖവുമൊക്കെ ഇവരുടെ ജീവിതത്തിലെ പോരായ്മകളായി കാണുന്നുണ്ട്. മനക്ലേശങ്ങളും പരാശ്രയത്വവും അനാരോഗ്യവുമൊക്കെ തൃക്കേട്ട നാളുകാരായ സ്ത്രീകൾക്ക് പൊതുഫലങ്ങളായി പറയുന്നു. ഇനി 2025 ഇവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാർച്ച് അവസാനം വരെ തൃക്കേട്ട നാളുകാർക്ക് കണ്ടകശനിയാണ്. ആയതിനാൽ വർഷം മധ്യം വരെ ഗുണഫലങ്ങൾ കുറവായിരിക്കും. വർഷം മധ്യത്തോടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. എങ്കിലും മെയ് മാസത്തിന് ശേഷം ദേവഗുരുവായ വ്യാഴം അഷ്ടമഭാവത്തിലേക്ക് മാറുന്നത് പലവിധത്തിലുള്ള മനോദുഃഖങ്ങൾക്കിടവരുത്തും. തൃക്കേട്ട നാളുകാർക്ക് 5ാം ഭാവത്തിലേക്ക് ശനി വരുന്നതിനാൽ സന്താനങ്ങൾ നിമിത്തം മനസ്സുഖം കുറയുന്നതാണ്. ശാസ്ത്ര ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നൂതന മാർഗങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് സാധിക്കും. പുതിയ പുതിയ പ്രവർത്തന മേഖലകൾ തിരഞ്ഞെടുക്കുകയും അതിൽ വ്യാപൃതമാകുന്നതുമാണ്. പല കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്നതാണ്. സാമൂഹിക സേവന രംഗത്ത് കൂടുതലായി ഏർപ്പെടും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലവിധത്തിലുമുള്ള ആരോപണങ്ങളും അപവാദങ്ങളും കേൾക്കേണ്ടതായി വരും. ബന്ധുക്കളുമായൊക്കെ പലപ്പോഴും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം. ആഡംബര വസ്തുക്കൾക്കും മറ്റുമായി അനാവശ്യമായി പണം ചെലവാക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകുവാനും അതുവഴി ജോലി ലഭിക്കുന്നതുമാണ്. വർഷത്തിൻ്റെ മതത്തിന് ശേഷം പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടായേക്കാം. പലപ്പോഴും വീണ്ടും വിചാരമില്ലാത്ത സംസാരവും പ്രവൃത്തിയുമൊക്കെ കുടുംബകലഹത്തിന് കാരണമാകും. അതുപോലെ സ്ത്രീകൾ മുഖേന അപവാദങ്ങൾ കേൾക്കാനിടവരും. മറ്റുള്ളവരുടെ അശ്രദ്ധമായ ഇടപെടലുകൾ നിമിത്തം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാമെന്നതിനാൽ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സഹപ്രവർത്തകരെയോ കീഴ്ജീവനക്കാരെയോ കൂടുതലായി ഏൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പണം കടം വാങ്ങുകയും മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ഇതുവഴി സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. രേഖാമൂലമില്ലാത്ത പണമിടപാടുകൾ നടത്താതിരിക്കുക. രാഹുവിൻ്റെ 4ാം ഭാവത്തിലേക്കുള്ള മാറ്റം നിമിത്തം പലപ്പോഴും കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറാനുള്ള സാഹചര്യമുണ്ടാകും. അതുപോലെ സഹോദരങ്ങൾക്ക് അസുഖങ്ങളോ മറ്റു പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടായേക്കാം.
പലപ്പോഴും ദീർഘദൂര യാത്രകളും അലച്ചിലുകളും ഉണ്ടായേക്കാം. ഉദര സംബന്ധമായ രോഗങ്ങൾ പിടിപെട്ടാക്കാമെന്നതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പകർച്ചവ്യാധികളും ത്വക്ക് സംബന്ധിയായ രോഗങ്ങളും പിടിപെട്ടേക്കാം. കൃഷിയിൽ നിന്നുമുള്ള ആദായത്തിൽ വർധനവുണ്ടാകും. അനാവശ്യമായ ഒട്ടനവധി ചെലവുകൾ വർദ്ധിച്ചു വരുന്നതാണ്. പ്രണയിതാക്കൾ തമ്മിൽ കലഹിക്കുവാനോ പിണങ്ങുവാനോ ഒക്കെ ഇടയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം പല കാരണങ്ങളാലും മാറ്റിവെക്കുകയോ ചിലപ്പോൾ ഉപേക്ഷിക്കുകയോ തന്നെ ചെയ്യുന്നതാണ്. വീടും വ്യാപാര സ്ഥാപനവും ഒക്കെ ഈ വർഷം പുതുക്കി പണിയുന്ന സാഹചര്യമുണ്ടാകും. വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കും. സന്താന ഭാഗ്യം ഈ വർഷം ഉണ്ടാകുന്നതാണ്. സാഹിത്യ മേഖലയിലുള്ളവർക്ക് പുരസ്കാരത്തിന് സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകും. ഈ വർഷം കൂടുതലായി യാത്രകളൊക്കെ നടത്തുന്നതാണ്. വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുകയും ഭാഗ്യക്കുറി, ചിട്ടി എന്നിവയിലൊക്കെ വിജയവും പ്രതീക്ഷിക്കാം. വർഷാവസാനത്തോടെ പുതിയ പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതാണ്. ബുധദശയിലാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജനനം. തൃക്കേട്ട, രേവതി, ആയില്യം നാളുകളിൽ തൃക്കേട്ട നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനവും പൂജാതി കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് ഗുണകരമായി പറയുന്നു. കൂടാതെ ബുധനെയും ഇവരുടെ രാശാധിപനായ കുജനെയും പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി ദോഷങ്ങൾ അകലുന്നതാണ്. കുജൻ അഥവാ ചൊവ്വ ഓജരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യ ഭജനവും, യുഗ്മരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഭദ്രകാളി ഭജനവും നടത്തേണ്ടതാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ മധ്യകാലം ക്ലേശകരമായി കാണുന്നു. ഏകദേശം 50 വയസ്സ് വരെ തൃക്കേട്ട നാളുകാരുടെ ജീവിതത്തിൽ കാര്യമായ പുരോഗതി കാണുന്നില്ല. എന്നാൽ ശേഷം ജീവിതത്തിൽ നേട്ടങ്ങളും പുരോഗതിയുമൊക്കെ ഉണ്ടാകുന്നതാണ്. അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.